ഭർത്താവ് ഗൾഫിലാണ്. കുറച്ച് വർഷങ്ങളായി ഗൾഫിലുണ്ട്. പക്ഷേ കാര്യമായി അദ്ദേഹത്തിന് ഫിനാൻസ് ഒന്നും ഇതുവരെ ശരിയായിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാവരോടും ദേഷ്യമാണ്. പിന്നെ എല്ലാവരെയും, വീട്ടിലെ എല്ലാവരെയും ഒക്കെ, പിന്നെ അനിയൻ്റെ ഭാര്യയാണെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഉമ്മാനെയും മറ്റൊക്കെ കൈക്കലാക്കിയിട്ട് അവരിഷ്ടമുള്ള ആളായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൂടി കാണുമ്പോൾ എനിക്കെന്താണ്, വലിയ ദേഷ്യമാണ്. ഓലോട് മാത്രമല്ല, സ്വന്തം പാരൻസിനോടും മക്കളോടും എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ്. ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ ഭർത്താവിൻ്റെ ഫിനാൻസ് ഒന്നും ശരിയായിട്ടില്ല എന്നത് മാത്രമേ പറഞ്ഞു. അതെ, അതായത് ഇപ്പോൾ അവരെന്നെ നമ്മളോട് പറയുന്നതാണ്, എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ല. അതെ, അതിൻ്റെ കാരണം നമ്മുടെ എല്ലാ സംരക്ഷകനായി നിൽക്കുന്ന ഒരാളാണല്ലോ ഭർത്താവ്. അദ്ദേഹത്തിന് നല്ലൊരു ജോലിയില്ല, വരുമാനമില്ല എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്താ വെച്ചാൽ, എന്നെ ഇങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിലേക്കാണല്ലോ എൻ്റെ മാതാപിതാക്കൾ നയിച്ചതെന്ന് നിലക്ക് മാതാപിതാക്കളോട് പ്രതിഷേധമാകും. പിന്നെ പൊതുവെ കുടുംബ ജീവിതത്തിന്റെ വരുമാനങ്ങൾ കുറവാകുന്നതുകൊണ്ട് മക്കളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ ഒരു അസ്വസ്ഥതകളിൽ നിന്നാണ് പലപ്പോഴും ഈ ഒരു ഇതുണ്ടാവുന്നത്. ഇതിനുള്ള പരിഹാരമാർഗം തന്നെ പ്രതീക്ഷയാണ്. എല്ലാം ശരിയായി വരുന്നൊരു സമയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. എന്തുകൊണ്ടാണ് അങ്ങനെ സമയം ഉണ്ടാകും എന്ന് പറയാൻ കാരണം, സാധാരണ പറയാറുണ്ട്, പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു തരാന്നല്ലോ. റബ്ബുക്കും ഉദഊനി അസ്തജിബ് ലക്കും. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്തോഷിക്കണം എന്നാണ്. എന്തുകൊണ്ട്? പ്രാർത്ഥിച്ചാൽ കിട്ടുമല്ലോ. അപ്പൊ പ്രാർത്ഥിക്കുന്നതോടുകൂടെ നമ്മുടെ ആവശ്യം നിറവേറപ്പെടും എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനത്തെ ചില ചിന്തകളെ കൊണ്ടും ആലോചന കൊണ്ടും പ്രതീക്ഷ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിന് നിർത്തണം. എപ്പോഴും നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ, നിരാശയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ അസ്വസ്ഥത നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യും. ഇപ്പൊ എല്ലാ നമ്മുടെ പണ്ഡിതന്മാരും പൂർവികന്മാരും ഒക്കെ എന്താ വെച്ചാൽ, ഏറ്റവും പ്രതികൂലമായ കാര്യങ്ങളെ പോലും അവര് അനുകൂലമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ജയിലിലാകും, എൻ്റെ സ്വർഗം എൻ്റെ സ്വദറിലാണെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, എൻ്റെ സന്തോഷത്തെയും എൻ്റെ സമാധാനത്തെയും കെടുത്താൻ ആർക്കും പറ്റൂല. കാരണം അതാർക്കും തൊടാൻ പറ്റാത്ത സ്ഥലത്താണ് എൻ്റെ സമാധാനം കൂടി ഉള്ളത്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളോ പ്രതികൂലതകളോ ഒന്നും എന്നെ ഒരു നിലക്കും ബാധിക്കില്ല. അപ്പോൾ പോസിറ്റീവായിട്ട് കാണുക. അപ്പോൾ ജയിലാണെങ്കിൽ എന്താണ്, അതെനിക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ്. രക്തസാക്ഷിത്വമാണെങ്കിൽ, പിന്നെ വധമാണെങ്കിൽ അതെനിക്ക് രക്തസാക്ഷിത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനേയും എന്ത് ചെയ്യുക, അനുകൂലമായി കാണാം. അപ്പോൾ ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ എന്ത് ചെയ്യാം, എനിക്ക് ഈ പ്രയാസങ്ങളൊക്കെ തന്ന ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നാണല്ലോ. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അള്ളാഹു എനിക്ക് തരുന്നത് ഒരു എളുപ്പം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വലിയൊരു ജീവിത സന്തോഷം ഇതിൻ്റെ പിന്നിൽ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള പ്രതീക്ഷകളിലൂടെയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലൂടെയും സ്വാഭാവികമായും എന്ത് ചെയ്യും, മനസ്സിനൊരു ശാന്തത കിട്ടും, അപ്പോൾ ദേശത്തിനൊക്കെ ഒരു ആശ്വാസം കിട്ടും എന്നാണ് മനസ്സിലാവുന്നത്.